ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കാറ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ്. ഈ ഒരു കാറ് മിനിയേച്ചർ കാറാണ്, കാറല്ല, ഇതൊരു ലോറി പോലത്തെ ഒരു സാധനമാണ്. കാണിച്ചു തരാം. ഇങ്ങനത്തെ സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഈ ഒരു വിൻഡോയിൽ എന്ന് പറയുന്ന ലൈറ്റിലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിൽ കുറേ പ്രത്യേക കാര്യങ്ങളുണ്ട് ഈ കാറിൽ. ഇതിങ്ങനെ എന്താ അങ്ങനെ താഴെ പോകും, അങ്ങനത്തെ കാറാണ്. പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം, ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഡോറൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട്. ഇതൊരു മെറ്റൽ കാറാണ് കേട്ടോ, നല്ല രസമുള്ള കാറാണ്, നല്ല മെറ്റൽ കാറ്. പിന്നെ ഇതിൻ്റെ വീലും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ലപോലെ നല്ല രസമുള്ളൊരു കാറാണ്. അപ്പം ഒരു ലോറി പോലത്തെ ഒരു ടൈപ്പാണ്, നമ്മുടെ നാട്ടിൽ ലോറി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ്, നല്ല രസമുണ്ട് കാണാനും, അതുപോലെ തന്നെ നല്ല ലുക്കുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ടോയ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരാളിനെ വെച്ചിട്ടുണ്ട്, ഒരു ജസ്റ്റ് ഒരു ടോയാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരാളിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്തതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരാളിനെ ഡോറിലോട്ട് കയറുന്നത് പോലെ വെച്ചിട്ടുണ്ട്. കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് നോക്കണം. കാരണം ഇതൊന്നും എൻ്റെ കയ്യിൽ ഇൻസുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങനെ ഇരിക്കത്തില്ല പെട്ടെന്ന്. എന്നാലും ആളെ എവിടെയെങ്കിലും നിർത്തണമല്ലോ, ജസ്റ്റ് നിർത്തണം. ഓക്കെ, അവിടെ ഇങ്ങനെ അയാളിങ്ങനെ സ്റ്റേജിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടുപേരെ അങ്ങനെ രണ്ട് വശത്തായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഒരാളിതിൻ്റെ മേളിൽ നിൽക്കുന്നതായിട്ട് ഒരാളെ ഇങ്ങനെ നിർത്തണം. അപ്പം ഒരു വിധത്തിൽ നിൽക്കാത്ത ആൾ നമ്മൾ മേളിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ വണ്ടി നമുക്ക് എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്ന ഒരു മോഡൽ, പിന്നെ ഒരാൾ അതിൻ്റെ ടോപ്പിലായിട്ട്. അപ്പം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കാം. ക്യാമറ ഓൺ ചെയ്തു. അപ്പോഴത്തേക്കും ഫുള്ള് ഡാർക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ISO എല്ലാം കുറവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സിൽ ചേഞ്ച് വരുത്തണം. അതിൻ്റെ റോയും കൂടെ ഉണ്ട്. റോ നമുക്ക് വേണ്ട, ജെപെഗ് മാത്രം മതി. അപ്പോൾ നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റാം. ഫസ്റ്റ് ഇതിൻ്റെ അപ്രോച്ചർ മാക്സിമം ഒന്ന് കട്ട് ചെയ്യുക. അത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, മാക്സിമം അപ്രോച്ചർ 2 ആണ് വെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ബ്ലർനെസ് കൂടും. പിന്നെ അത് പോയിട്ട് നമുക്ക് അതിൻ്റെ ISO 800 ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോക്കൽ ലെന്ത് കറക്റ്റാക്കി. ഓക്കെ, അപ്പം അതിൻ്റെ ഫ്രെയിം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, നല്ല ബ്യൂട്ടിഫുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ISO 800 ആണ് വെച്ചിട്ടുള്ളത്. അപ്പുറത്ത് ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഷട്ടർ നമ്മൾ 160 ഷട്ടർ വേണമെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു ടോയ്സിൻ്റെ മിനിയേച്ചറിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് 2 പൂക്കളും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കും. പൂക്കളെന്ന് ജസ്റ്റ് അതിൽ പൂക്കൾ കയറ്റി വെച്ചിരിക്കുന്നത് പോലെ പൂക്കൾ കൊണ്ടുപോകുന്നൊരു വണ്ടി എന്നുള്ള ലെവലിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ബാക്കിയുള്ള ടോയ്സ് നമ്മളെ മിനിയേച്ചർ ടോയ്സിലെടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ കുറച്ച് പൂക്കൾ മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 1-2 ഫോട്ടോസ് എടുത്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഒരു നോക്കാം. ഓക്കെ, അപ്പം അതും നേരത്തെ പറഞ്ഞ F നമ്പർ എല്ലാം കറക്റ്റ് തന്നെയാണ്. ആ ഒരു തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കാം. ഓക്കെ, ഒന്നും കൂടെ എടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്തൊരു വ്യൂ പോയിൻ്റ് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ ഓക്കെ ആ ഒരിലെടുക്കാം. ഓക്കെ, പുറത്തുള്ള ലൈറ്റാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഫോക്കൽ എന്തൊക്കെ മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു ഫോട്ടോയുടെ, കാരണം നമ്മൾ എടുക്കുമ്പോൾ 1-2 ഫോട്ടോസ് കൂടുതൽ എടുക്കണം. അപ്പോഴേ നമുക്ക് ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏതാണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫോട്ടോയുടെ ഫോക്കൽ ലെന്തെന്ന് പറയണത് 10 ഷട്ടർ സ്പീഡ് 5 ISO 800 ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോഴെന്തെങ്കിലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.